IFFKയിൽ ചില സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച് കേന്ദ്ര സർക്കാർ 19 സിനിമകളുടെ പ്രദർശനം ഒഴിവാക്കി. ഇന്നലെ 2 സിനിമകൾ സ്ക്രീൻ ചെയ്തില്ല. സുലേഖ ശശികുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുലേഖ, ഇപ്പോൾ ഇതാ സിനിമ IFFK സിനിമയിലും ഇപ്പോൾ കൈവച്ചിരിക്കുകയാണ് കേന്ദ്രം. കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? സിന്ധൂരി, കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് IFFKയിൽ നിന്ന് സിനിമകൾ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെയും ഇന്നുമായി 4 സിനിമകൾ IFFK സ്ക്രീനിങ്ങിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന്റെ അറിയിപ്പുകൾ അത് പ്രേക്ഷകർക്ക്, ഇതിൽ ചെയ്ത ആളുകൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. 19 സിനിമകളാണ് ഇത്തരത്തിൽ 30ാമത് IFFKയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇന്നലെ 2 സിനിമകളും ഇന്ന് 2 സിനിമകളുമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ പാലസ്തീൻ 36 അടക്കമുള്ള ഉദ്ഘാടന ചിത്രമാണ് പാലസ്തീൻ 36. ഇതടക്കമുള്ള 19 സിനിമകൾക്കാണ് കേന്ദ്രം പ്രദർശനാനുമതി നിഷേധിച്ചിട്ടുള്ളത്. ഇതിൽ ഈ സെൻസർഷിപ്പ് അത് IFFKയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്ക് ആവശ്യമില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം. ഈ അനുമതി നേടുന്നതിന് വേണ്ടി സിനിമയുടെ സിനോപ്സിസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. അത് കൃത്യമായി നൽകിയിട്ടും ഇത്തരത്തിൽ ഈ സിനിമകളുടെ പ്രദർശനാനുമതി നിഷേധിക്കുന്നു കേന്ദ്രം എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. എന്തായാലും കേന്ദ്ര IB മന്ത്രാലയമാണ് സിനിമകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സെൻസറിംഗ് എക്സെപ്ഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ സിനിമകൾ ഇത്തരത്തിൽ ഒഴിവാക്കുന്നൊരു സ്ഥിതി ഉണ്ടായത്. ഇതെന്തായാലും ഭയാനകമായ ഇടപെടലാണ് എന്നത് തന്നെയാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 19 സിനിമകൾ, അത് ബീഫ് എന്ന പേരടക്കമുള്ള സിനിമകളുടെ പ്രദർശനാനുമതിയാണ് ഇതിൽ നിഷേധിച്ചിട്ടുള്ളത്.